അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആട്ടോ, ചക്കക്കുരും ചെമ്മീനും. അപ്പോൾ നമ്മളെ കണ്ണൂർ ഇതിനെ ചക്കക്കുരു വറുത്തത് എന്നാട്ടോ പറയൽ. അപ്പോൾ ചക്കക്കുരു കിട്ടിയപ്പാട് ഞാൻ വാങ്ങിച്ച് എപ്പോഴൊന്നും ചക്കക്കുരു ഉണ്ടാവാറില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാനേ. തൊലി റിമൂവ് ചെയ്യുമ്പോണ്ടല്ലോ ആ ബ്രൗൺ കളർ ഒരിക്കലും കളയരുത്. ചക്കക്കുരുൻ്റെ മെയിൻ അതാണ് കേട്ടോ. നാട്ടിലാണെന്നുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യലെന്നറിയോ, അമ്മിക്കുട്ടി എടുത്ത് ഒറ്റ കുത്തങ്ങ് കൊടുക്കും. അപ്പോൾ അത് കട്ടായിട്ടും കിട്ടും, അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, പക്ഷേ ഞാൻ നല്ലോണം ഉടച്ചിട്ടാണ് ചെയ്യൽ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കും കേട്ടോ. നല്ലോണം വെന്തതിന് ശേഷം ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. കടുക് വറുത്തിട്ട് അതിലേക്ക് കരിവേപ്പിലയും പിന്നെ കഴുകി വൃത്തിയാക്കിയ ഉണക്ക ചെമ്മീനാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ ഈ വറവിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചില ആൾക്കാർക്കുണ്ടല്ലോ ഉണക്ക ചെമ്മീൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, അതിൻ്റെ മണവും അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ അതങ്ങ് സ്കിപ്പ് ചെയ്യുക, കടുക് മാത്രം വറുത്തിട്ടാൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. എനിക്ക് പക്ഷേ ഉണക്ക ചെമ്മീൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ മണവും രുചിയും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ചക്കക്കുരു ഒന്നും ഒരിക്കലും കളയാൻ പാടില്ല, വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.